നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു കസ്റ്റമർക്ക് ഒരു ക്ലെയിം വന്നു. 50,000 രൂപകളാണ് ബില്ല് വന്നത്. പക്ഷേ ക്ലെയിം സെറ്റിൽ ചെയ്ത് വന്നപ്പോൾ അതിൽ ഏകദേശം 20% ഡിഡക്ഷൻ വന്നിരിക്കുന്നു. അതായത് 9,000 രൂപ ഡിഡക്ഷൻ വന്നിരിക്കുന്നു. അപ്പോൾ കസ്റ്റമർ എന്നെ വിളിച്ചു, പ്രമോദേ, ഞാൻ 75 ലക്ഷം രൂപയുടെ പോളിസി ചേർന്നിട്ട്, അതും നിന്നെ വിശ്വസിച്ചിട്ടാണ് ചേർന്നത്. കാരണം സ്റ്റാർ ഹെൽത്തിന് ഓൺലൈനിൽ ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആണ്. എന്നിട്ട് നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ഇത്രയും വലിയ പോളിസി ചേർന്നിട്ട് എന്താണ് എനിക്ക് 50,000 രൂപ ബില്ല് വന്നപ്പോൾ ഇത്രയും 10,000 രൂപയുടെ അടുത്ത് ഡിഡക്ഷൻ വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമായി. അങ്ങനെ ഞാൻ അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്കി. അപ്പോൾ അതിൽ കാർഡിയാക് മോണിറ്ററിങ് ചാർജ്, ഇൻഫെക്ഷൻ മോണിറ്ററിങ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാർജസ് ഇട്ടിട്ടുണ്ട്. അതിനൊന്നും ക്ലെയിം കൊടുത്തിട്ടുമില്ല. പിന്നെ അതുപോലെ ഡയറ്റിന് എമൗണ്ട് ഇട്ടിട്ടുണ്ട്, അതിനും എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ ഓഫീസിൽ വിളിച്ചപ്പം ഇങ്ങനെ മോണിറ്ററിങ് ചാർജിന് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല, ഡയറ്റിനും പൈസ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് എഴുതാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ പോളിസിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ലിംഗ് സെഷനിൽ വിളിച്ചപ്പം അവർ പറഞ്ഞു, ഈ കുട്ടീനെ ആദ്യം അഡ്മിറ്റ് ചെയ്തത് HDUവിലാണ്. അപ്പോൾ അവിടെ വരുന്ന റൂമിൻ്റെ റെൻറ്റും ഇവരെടുത്ത റൂമിൻ്റെ റെൻറ്റും HDUവിൻ്റെ റെൻറ്റും സെയിമാണ്. അപ്പോൾ ഇവർ HDUവിൻ്റെ റെൻറ്റ് ഇട്ടില്ല, റൂം റെൻറ്റ് മാത്രമാണ് ഇട്ടത്. അപ്പോൾ ഈ HDUവിൽ വരുന്നതാണ് കാർഡിയാക് മോണിറ്ററിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ. അതിനവർ വേറെ സെപ്പറേറ്റ് ബില്ല് കിട്ടും. അപ്പോൾ HDUവിൻ്റെ ബില്ല് ഇടുകയായിരുന്നെങ്കിൽ അതെല്ലാം ഇതിൽ ഒറ്റ ഇതായിട്ട് ഇൻക്ലൂഡായി പോയിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് ഇത്രയും ഡിഡക്ഷൻ വന്നിരുന്നില്ല. പിന്നെ അതുപോലെ ഡയറ്റിൻ്റെ ചാർജ്, ഈ ഡയറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിനുള്ളത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. അത് അതുപോലെ ബില്ല് ചെയ്യായിരുന്നെങ്കിൽ അതും ആർക്ക് കിട്ടിയിരുന്നു? കസ്റ്റമർക്ക് ക്ലെയിമായിട്ട് കിട്ടിയിരുന്നു. ബൈസ്റ്റാൻഡറുടെ പിന്നെ കിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരെന്നെ ബോധിപ്പിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കസ്റ്റമറെ കൊണ്ട് വിളിപ്പിക്കുക. കസ്റ്റമറെ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മാവിനെ കൊണ്ട്, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വളരെ കൃത്യമായിട്ട് അവരെന്നെ വിളിച്ചപ്പോൾ ആ ഹോസ്പിറ്റലുകാർ ന്യായമല്ലാതെ വാങ്ങിയിട്ടുള്ള പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അവർ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാർ ഹെൽത്ത് അല്ലേ, ഇത്ര തന്നെ കിട്ടിയത് മഹാഭാഗ്യം എന്ന് വിചാരിച്ചോളൂ എന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ക്ലെയിം സെറ്റിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ പിടിച്ച് ഏജൻറ്റിനെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ പേജിൽ പോയിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടുകയല്ല ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നത് അത് ആ ഏജൻറ്റിനെ വിളിച്ചിട്ട് ചോദിക്കുക, ഇത് ഇന്ന കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ്. അതേപോലെ ഹോസ്പിറ്റലിൽ ചോദിക്കുക, എന്തുകൊണ്ട് ഇതിന് ക്ലെയിം കിട്ടണില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ബില്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ഡിസ്കൗണ്ട് കിട്ടും, അതായത് ഡിഡക്ഷൻ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്